സ്ത്രീകളിലെ എൻഡോമെട്രിയോസിസ് എന്നുള്ള ഒരു കണ്ടീഷൻ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. പീരീഡ്സിന്റെ സമയത്തുള്ള അസഹ്യമായ വയറുവേദനയും നല്ല ഹെവി ബ്ലീഡിംഗ് ആയിരിക്കാം, ക്ലോട്ടഡ് ആയിട്ട് പോവാം ബ്ലീഡിങ്. പീരീഡ്സിന്റെ ഒരാഴ്ച മുന്നേ തുടങ്ങുന്ന വേദനയുണ്ടാവാം. പീരീഡ്സ് അല്ലാത്ത സമയത്തും വേദന ഉണ്ടാവും. ചിലപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിലായിട്ട് വേദന സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ എപ്പോഴും വയറിങ്ങനെ കനം വെച്ചിരിക്കുന്ന പോലെ, വയറ് വീർത്തതുപോലെ, മൂത്രമൊഴിക്കുമ്പോഴും അതുപോലെ തന്നെ വയറ്റിൽ നിന്ന് പോകുമ്പോഴേക്ക് ഒരു അസ്വസ്ഥതയുള്ളതുപോലെ ഒക്കെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടായിരിക്കും. ബന്ധപ്പെടുമ്പോൾ വേദന ഉണ്ടാവുക, കൂടെ നല്ല ബാക്ക് പെയിൻ ഉണ്ടാവാം. ഗർഭപാത്രത്തിന്റെ അകത്തെ ലൈനിങ് മറ്റു പല സ്ഥലങ്ങളിലും പോയി പറ്റിപ്പിടിച്ച് വളർന്നു വരുന്നതിനാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. ഈ കോശങ്ങൾ എവിടെയാണ് വളർന്നു വന്നിരിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങളെല്ലാം വ്യത്യാസം ഉണ്ടാവും. സ്ത്രീകളിൽ സാധാരണ മെൻസ്ട്രൽ സൈക്കിളിനനുസരിച്ച് നമ്മുടെ ഗർഭപാത്രത്തിന്റെ അകത്തെ ലൈനിങ്ങിൽ പല മാറ്റങ്ങളും വരുന്നത് പോലെ തന്നെ ഈ കോശങ്ങൾ എവിടെയാണോ എൻഡോമെട്രിയോസിസ് ഉള്ള ആളുകളിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് അവിടെയെല്ലാം ഈ മാറ്റങ്ങൾ വരികയും അതിനനുസരിച്ച് ഇൻഫ്ലമേഷനാണ്, അതായത് നീർക്കെട്ടാണ് ആ ഭാഗങ്ങളിലെല്ലാം ഉണ്ടാവുന്നത്. എൻഡോമെട്രിയോസിസ് പല ടൈപ്പ് ഉണ്ട്. ഓവറിയിൽ വരുമ്പോൾ അതിന് ചോക്ലേറ്റ് സിസ്റ്റ് ഓഫ് ഓവറി അല്ലെങ്കിൽ ഒവേറിയൻ എൻഡോമെട്രിയോസിസ് സിസ്റ്റ് എന്ന് പറയും. അതുപോലെ തന്നെ ഗർഭപാത്രത്തിന്റെ പുറത്തേക്ക് പോകാം, പല ഓർഗൻസിലും പോയിട്ട് വളരാം. യൂട്രസിന്റെ പുറത്തെ പാളികളിലായിട്ട് ഇവ വളരാം. അതുപോലെ തന്നെ യൂട്രസിന്റെ ലെയേഴ്സിന്റെ ഉള്ളിലായിട്ടും ഇതുപോലെ കോശങ്ങൾ വളരെയും അത് നമുക്ക് ഗർഭപാത്രം കുറച്ചൊരു ബൾക്കി ആയിട്ട് വരാനും നമുക്കൊരു പ്രഷർ സിംറ്റം ഉണ്ടാവാനൊക്കെ ഉള്ള റീസൺ ആണ്. എൻഡോമെട്രിയോട്ടിക് കേസുകളിൽ നമുക്ക് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നത് അഡിനോമയോസിസിനും അതുപോലെ തന്നെ ഒവേറിയൻ സിസ്റ്റ് കേസുകളിലുമാണ്. നമുക്ക് ഈ ഇൻഫ്ലമേഷൻസ്, അതായത് അവിടെ ഉണ്ടാവുന്ന നീർക്കെട്ടുകൾ തടയുന്നതിലൂടെ തന്നെ നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ, നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന പീരീഡ്സിന്റെ സൈക്കിൾ അനുസരിച്ചുള്ള ലക്ഷണങ്ങളെല്ലാം നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ പറ്റും. കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾക്കോ ട്രീറ്റ്മെന്റിനോ വേണ്ടിയിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.